ഒരാൾക്ക് വീട്ടിൽ സ്വന്തമായി കുതിരയും ആടും ഉണ്ടായിരുന്നു. ഒരു ദിവസം കുതിരയ്ക്ക് പെട്ടെന്ന് അസുഖം പിടിപെട്ടു. അതിന് എഴുന്നേൽക്കാൻ പോലും വയ്യാതെയായി. ഭയന്നുപോയ യജമാനൻ മൃഗഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് കുതിരയ്ക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ നൽകി. എന്നാൽ കുതിര എഴുന്നേറ്റില്ല. ഒരു ദിവസം കഴിഞ്ഞ് താൻ മടങ്ങി വരാമെന്നും അപ്പോഴേക്കും അസുഖം ഭേദമാകുന്നുണ്ടോ എന്ന് നോക്കാമെന്നും പറഞ്ഞ് ഡോക്ടർ മടങ്ങി. അടുത്ത ദിവസം ഡോക്ടർ വീണ്ടും വന്നു. എന്നാൽ കുതിരയുടെ അവസ്ഥയിൽ മാറ്റമുണ്ടായില്ല. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. 15 ദിവസത്തിന് ശേഷവും കുതിരയുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. ഒടുവിൽ ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു: എനിക്കറിയാവുന്ന എല്ലാ മരുന്നുകളും നൽകിക്കഴിഞ്ഞു. ഒരു ദിവസം കൂടി നമുക്ക് കാത്തിരിക്കാം. എന്നിട്ടും കുതിരയുടെ അവസ്ഥയ്ക്ക് മാറ്റമില്ലെങ്കിൽ ഇതിനെ വിഷം നൽകി കൊല്ലേണ്ടി വരും. ഇതെല്ലാം അടുത്തുനിന്ന് ആട് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ഡോക്ടർ പോയ ശേഷം കുതിരയുടെ ചെവിയിൽ ഇപ്രകാരം പറഞ്ഞു: നിനക്ക് ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. നീ ധൈര്യം സംഭരിച്ച് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ നാളെ യജമാനൻ ഡോക്ടറെ വിളിച്ചു വരുത്തി നിന്നെ കൊലപ്പെടുത്തും. ആട് കുതിരയെ പ്രോത്സാഹിപ്പിച്ചു, ധൈര്യം നൽകി, ആത്മവിശ്വാസം പകർന്നു. ഒടുവിൽ കുതിര സർവശക്തിയും എടുത്ത് എഴുന്നേറ്റ് നിന്നു. ഇത് കണ്ട യജമാനന് വളരെ സന്തോഷമായി. അയാൾ വീണ്ടും ഡോക്ടറെ വിളിച്ചു വരുത്തി പരിശോധിപ്പിച്ചു. ഡോക്ടർ പറഞ്ഞു: ഇത് വളരെ അത്ഭുതകരം തന്നെ. നിങ്ങളുടെ കുതിര പൂർണ്ണമായും സുഖം പ്രാപിച്ചിരിക്കുന്നു. ഇത് കേട്ട യജമാനൻ വളരെയധികം സന്തോഷിക്കുകയും തന്റെ സുഹൃത്തുക്കളെ വിളിച്ച് ഇപ്രകാരം പറയുകയും ചെയ്തു: എന്റെ 15 ലക്ഷം രൂപ വിലയുള്ള കുതിര സുഖം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ഞാൻ വിരുന്നൊരുക്കുകയാണ്. ആട് ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ മദ്യം കൊണ്ടുവന്നാൽ മതി. നമുക്ക് വലിയ ആഘോഷമാക്കാം. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വിജയത്തിനും രക്ഷയ്ക്കും പിന്നിൽ പ്രവർത്തിച്ചവരെ ലോകം തിരിച്ചറിയാറില്ല. യഥാർത്ഥ സംഭാവന നൽകിയവർക്കാണ് പലപ്പോഴും ഏറ്റവും കുറച്ച് അംഗീകാരം ലഭിക്കുന്നത്.